അമ്മ അമ്മ രാഘുവിനെ വിളിച്ച് കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? എന്റെ ജീവിതം എങ്ങനെ വേണം തീരുമാനിക്കുന്നത് ഞാനാ. പൊന്നു, നിനക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് മാത്രം പോരാ ജീവിക്കാൻ. അത് മാത്രം പോരെ, എനിക്കും അവന് നല്ലൊരു ജോലിയുണ്ട്, ഞങ്ങൾക്ക് അത് മതി. അത് മാത്രം പോരാ ജീവിക്കാൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല. അറിയാം, നിനക്ക് നിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രായമെന്ന് എനിക്കറിയാം. പക്ഷെ ചില കാര്യങ്ങൾ നിനക്ക് എന്താ വേണ്ടത് നിന്നെയൊക്കെ നന്നായി എനിക്കറിയാം. എൻ്റെ മോൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും അമ്മ ചെയ്യൂ? ഈ തത്വം സ്വന്തം ജീവിതത്തിൽ കണ്ടില്ലല്ലോ. അമ്മ അച്ഛൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന ടൈമിൽ അമ്മയ്ക്ക് മുത്തശ്ശി പറയുന്നത് കേൾക്കാതില്ലേ? അമ്മയ്ക്ക് അന്നും അമ്മയുടെ ആഗ്രഹമാണ് വലുത്, ഇന്നും അമ്മയ്ക്ക് അമ്മയുടെ ആഗ്രഹം വലുത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില കൊടുത്തിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ചതൊന്നും നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ പറയുന്നത്. അമ്മയുടെ അച്ഛൻ്റെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് മാത്രമായിരിക്കും. അത് ഞാൻ എന്തിനു സഫർ ചെയ്യുന്നേ? പൊന്നു, നീ ഇത് വാങ്ങുവേ. വെറുതെ അച്ഛൻ നേരത്തെ പോയത്. അമ്മ സോറി അമ്മ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല, അമ്മയ്ക്ക് മനസ്സിലാവും മോളുടെ അവസ്ഥ. അമ്മ ആയ കാലത്തെ ഇതിനൊക്കെ വലുത് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും അമ്മേനോട് ഇങ്ങനെ? അതിന് മാത്രം അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ എന്തുണ്ടായോ? അക്കാലത്ത് എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും പോലൊരു പ്രണയം ആ നാട്ടിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നിൻ്റെ അച്ഛനെൻ്റെ മുന്നിൽ വന്നു. എന്നെ കുറേ ചീത്ത പറഞ്ഞു. നീ ഒന്ന് ആലോചിക്കണം, ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നത് പോലും. എന്തിനാ എന്നെ അത്രയ്ക്ക് ചീത്ത പറഞ്ഞതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ആദ്യമൊക്കെ ഞാൻ തിരിച്ചു പറയാനൊക്കെ നോക്കി. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് നിൻ്റെ അച്ഛനൊരു ദയ പോലും ഉണ്ടായില്ല. ചീത്ത വിളിച്ചൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ തിരിഞ്ഞൊരു പോക്ക. 2-3 ദിവസം എനിക്ക് ആ വഴിക്ക് കോളേജിൽ പോവാൻ പേടിയായിരുന്നു. ഇനി അയാളെങ്ങാനും വന്ന് വീണ്ടും ചീത്ത പറയോ? പിന്നെ ഒരു ദിവസം നിൻ്റെ അച്ഛൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. വീണ്ടും ചീത്ത പറയാനാണെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഈ പ്രാവശ്യം വന്നത് എന്നോട് ക്ഷമ ചോദിക്കാനായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായേ, എൻ്റെ അച്ഛൻ കാരണം അവരുടെ കുറേ ആളുകളുടെ ജോലി പോയിരുന്നു. ആ ദേഷ്യം കൊണ്ടാണ് നിൻ്റെ അച്ഛൻ വന്ന് എന്നോട് ചൂടായത്. അപ്പം എനിക്ക് മനസ്സിലായി ആള് ചൂടായതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ലെന്ന്. പക്ഷെ എന്നാലും എനിക്കെൻ്റെ പിണക്കം മാറ്റാൻ തോന്നിയില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞ് വരുന്ന വഴി നിൻ്റെ അച്ഛനവിടെ നിൽപ്പുണ്ടാവും, മാപ്പ് പറയാൻ. പക്ഷെ ഒരു ദിവസം ആളവിടെ കണ്ടില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത് നിൻ്റെ അച്ഛൻ്റെ ആ നിൽപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ നിൻ്റെ അച്ഛനെയും. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തായിരുന്നു. വീട്ടുകാരറിയാതെ കാണാൻ പോകലും കൂട്ടുകാർ വഴി ലവ് ലെറ്റർ കൊടുക്കലും. എനിക്ക് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസങ്ങൾ നിൻ്റെ അച്ഛനെ പ്രേമിച്ച ആ 3 കൊല്ലമായിരുന്നു. ഞാനും അരവിന്ദനും ഒളിച്ചോടി പോകാമെന്ന തീരുമാനം എടുത്തു. ജാതി പ്രശ്നമുള്ളതുകൊണ്ട് എന്തായാലും വീട്ടിൽ സമ്മതിക്കില്ലാന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഇതല്ലാതെ എനിക്ക് അരവിന്ദനെ കിട്ടാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം പോയി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അരവിന്ദൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് വേണ്ടി എഴുതിയ കവിതകളും അവൻ വരച്ച എൻ്റെ ചിത്രങ്ങളും ഒക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്ടക്കുറവും വന്നിട്ടില്ല. ഇഷ്ടക്കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോഴാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിന്നെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. അവരെൻ്റെ മുഖത്ത് പോലും നോക്കാതെ വാതിലടച്ചു. അന്ന് ഞാൻ വീണ്ടും പടിയിറങ്ങുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയും അമ്മയായിരുന്നു. അധികം താമസിക്കാതെ നിൻ്റെ അച്ഛനും കൂടെ മരിച്ചപ്പോൾ ഞാൻ ആകെ ഒറ്റയ്ക്കായി. അമ്മയ്ക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മക്കളെ. പക്ഷെ രാഹുലിൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് പേടിയാണ്. നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾ ഒറ്റയ്ക്കായി പോയാലോ? അമ്മയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അമ്മ പേടിക്കണ്ട. അമ്മ വിചാരിക്കണോ ഞങ്ങൾ ഒളിച്ചോടി പോകുന്നില്ല. കാരണം എനിക്ക് എൻ്റെ അമ്മയെ വേണം, ഇവനും എൻ്റെ അച്ഛനും അമ്മയും വേണം. എല്ലാവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കൂ. അമ്മ, എൻ്റെ വീട്ടുകാരുടെ എതിർപ്പാണ് അമ്മ പേടിക്കുന്നെങ്കിൽ അത് ഞാനൊന്ന് അവരെ പോയി കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പം അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നേരെ പോകുന്ന വീട്ടിലേക്കാണ്.
അവരെ പോയി കണ്ട് അവരെ സമ്മതം മേടിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം അവരും ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷമാണല്ലോ. പിന്നെ ഇവളെ ഇട്ടേച്ച് പോകുന്ന വല്ല പേടി അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കരിയറിൽ ഒരുപാട് ഡൗൺ ആയിട്ടിരുന്ന സമയത്തും എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നത് അവളാണ്. ഇവളെ ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല. ഇനി അമ്മയായിട്ട് മക്കളുടെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കുന്നില്ല, അമ്മയ്ക്ക് സമ്മതം. പക്ഷേ എൻ്റെ മോള് ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നൊരു ഒറ്റ ഉറപ്പ് അമ്മയ്ക്ക് തന്നാൽ മതി. മക്കളുടെ ഇഷ്ടത്തിന് ജീവിച്ചു.